എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ എണീച്ച് സുബഹ് കഴിഞ്ഞ് ആശൂട്ടൻ എവിടത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഓന് മദ്രസയിൽ എക്സാമാണ്. എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. ഓൻ വരുമ്പോഴത്തേക്ക് നല്ല കാര്യപ്പവും പരിപ്പ് കറിയും മീൻപൊച്ചിയും ഞാൻ ആക്കി വെച്ച്. അപ്പോഴത്തേക്ക് നമ്മൾ അല്ലുബോസ് എണീച്ചിട്ടുണ്ട് കേട്ടോ. അല്ലുബോസ് എണീക്കുമ്പോഴത്തേക്ക് ഇക്കാക്ക മദ്രസ കഴിഞ്ഞ് പൈച്ചിട്ടിക്കാൻ കഴിഞ്ഞില്ല, ഉമ്മാന്നും മറ്റാ വന്നത്. അപ്പോൾ എന്ത് ചെയ്തു, കാര്യപ്പവും നമ്മളെ കറിയെല്ലാം കൊടുത്ത്. നിങ്ങളുടെ നാട്ടിൽ ഈ കാര്യപ്പം ഉണ്ടാ? അല്ലുനാന്ന് ഇക്കാക്ക എന്നെ വരുത്തരണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇക്കാക്കാനും സ്കൂളിലേക്ക് പോകുമ്പോൾ ടാറ്റയെല്ലാം പറഞ്ഞ എൻ്റെ മോൻ വിട്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഓൻ്റെ ഡ്യൂട്ടി തുടങ്ങി കേട്ടോ. ഓൻ്റെ ഡ്യൂട്ടി എന്നാ നിങ്ങൾക്ക് അറിയാം, കരച്ചിൽ എന്തിന് അമ്പാടിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബെയ്രം വെക്കലാണ്. ദിവസം നോക്കും ബെയ്രം തന്നെ. എന്നാലും എത്ര ബെയ്രം വെച്ചാലും കുപ്പായെല്ലാം മാറ്റാൻ വിടും കേട്ടോ. കുപ്പായെല്ലാം മാറ്റി ഉഷാറായിട്ട് ഉമ്മ ഞാൻ പോകുന്നില്ല ഉമ്മ എന്നെല്ലാം പറഞ്ഞാലും എൻ്റെ കുഞ്ഞുമോൻ പോവും കേട്ടാ. ഇതാ കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുഖം കാണുമ്പോൾ പാവം തോന്നില്ല. വിടണം എന്ന് എനക്കും ആഗ്രഹമൊന്നുമില്ല, പക്ഷെങ്കിൽ പിള്ളേർ പഠിക്കണ്ടേ. അങ്ങനെ അമ്പാടിയിലെത്തി ടീച്ചർ കൂടെ പോയി ഹായ് ടാറ്റി ഉമ്മയെല്ലാം തന്ന് പ്ലെയിൻ കീസെല്ലാം തന്ന് എന്നെ വിട്ട് ഞാൻ നേരെ പോകുന്ന എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി. വണ്ടിയുടെ കോലം കണ്ടിട്ട് മക്കളെ മനുഷ്യന് ടെൻഷനായി പോയിന്. എൻ്റെ വണ്ടി സർവീസ് ചെയ്ത് അതിലെടുക്ക് വണ്ടീൻ്റെ ചെയിൻ എന്തോ ചെറിയൊരു ലൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ആ ചെയിൻ്റെ ലൂസും ടൈറ്റാക്കി എല്ലാം കൂടി ചെയ്ത് നേരെ വീട്ടിലേക്ക് വിട്ടില്ലേ മക്കളെ. അവിടെ ഫുള്ളും പണിയെല്ലാം നമുക്ക് അവിടെ പോയിട്ട് വിരിക്കലും വരക്കലും അടിക്കലും തുടക്കലും വാരലും എല്ലാം തീർക്കണ്ടേ. ഒരു വീട്ടിൽ എത്രങ്ങാനും പണിയുണ്ട്. നിങ്ങൾക്കെല്ലാം ഇങ്ങനെ തന്നെയാ ജോലിക്ക് പോകുന്നവരെല്ലാം അവസ്ഥ എന്താണെന്നല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് ഈ പണിയെല്ലാം എടുക്കേണ്ട മനുഷ്യർ. ആ തുണിയെല്ലാം ആറിയിടലും. ഇന്ന് കുറച്ച് വെയിൽ കണ്ടപ്പോൾ തുണിയെല്ലാം ആറിയിട്ടാന്ന്. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി സെറ്റാക്കി വെച്ച് പിള്ളേർ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും സ്പെഷ്യലായിട്ട് ആക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോയി അല്ലുക്കൂട്ടനെ അപ്പോഴത്തേക്ക് അംഗൻവാടിൻ്റെ സമയം. അല്ലുക്കൂട്ടൻ വന്ന് നേരെ നമ്മൾ പോയതോടെ രേശേട്ടൻ്റെ പീടിയല്ല. ആടെ എത്തുമ്പോഴത്തേക്ക് ആശൂട്ടൻ വന്ന് ഒരു ഏട്ടനുമായിട്ട് മൽപ്പിടുത്തത്തിലാണ് ഉള്ളത്. ഈ കളിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയാന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അയാൾ തോറ്റും പോയി. ലാസ്റ്റ് എന്ത് ചെയ്തു, വീട്ടിൽ വന്ന് വിജയിച്ച് വന്ന മകൻ എന്ത് ചെയ്തു, നല്ല ചൂട് പൂരിയും നല്ല കേരമീൻ കറി അറിങ്ങൾക്ക് ടൂണ ഫിഷിൻ്റെ മൊളീഷനോ ഉള്ളത്. അത് രണ്ടും കോമ്പിനേഷൻ. ആദിക്കൂട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡിനെ കുറിച്ചുള്ള ഇത് സൂപ്പറാണെന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വലിയ തോതിലല്ലെങ്കിലും നമ്മൾ ഈ കേരമീൻ്റെ റെസിപ്പി നമ്മൾ ഈ ചാനലിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരൊന്ന് വെറുതെ നോക്കിക്കോ. വലിയ ആഡംബരമായിട്ടുള്ള മീൻകറിയൊന്നും അല്ല, സാധാരണ ഒരു മീൻകറിയാണ്.